ഗായ്സ് MCFFൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ സോംബി ഫാമാണ്. ഫാർമെന്നും പറയാം, സോംബി ഫാമെന്നും പറയാം. നമ്മളിന്ന് അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ശനിയാഴ്ച അയൺ ഫാം ഉണ്ടാക്കാൻ പോലെ നമ്മളിത് ചെറിയ ചെറിയ ഫാം ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് സോംബി ഫാമാണ്. എൻ്റെ രീതിക്കാണ് ഞാൻ സോംബി ഫാം ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഈ വാതിലിൻ്റെ ഇത് കണ്ടപ്പോൾ ഞാനൊരു ഗൂഗിളിൻ്റെ അടുത്തൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൂഗിൾ ഒരു ട്രിക്ക് എനിക്ക് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ വാതിലിൻ്റെ കളർ വീണ്ടും തിരിച്ച് ഓറഞ്ച് ആക്കേണ്ടത്. ഓറഞ്ച് ആക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യും. നമുക്കിത് പൊട്ടിക്കൊന്നും വേണ്ട, നമുക്ക് സിമ്പിളായിട്ട് ഓറഞ്ച് ആക്കാൻ പറ്റും. എന്തായാലും ഒന്ന് പറ, അപ്പോഴത്തേന് ഞാൻ കമൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ വന്നത് സോംബി ഫാമാണ്. സോംബി ഫാം മിനിമം നമ്മളൊരു ദൂരെ എവിടെയെങ്കിലും ഉണ്ടാക്കണം നമ്മൾ വിചാരിച്ചിരിക്കുന്നു. നമ്മൾ അയൺ ഫാം ഉണ്ടാക്കുന്നത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അതെവിടെ ഉണ്ടാക്കുന്നത് നമ്മൾ തീരുമാനിച്ചില്ല. അത്യാവശ്യം സ്പേസ് വേണം. അതുകൊണ്ട് നമ്മൾ സോംബി ഫാം അവിടെ നിന്നല്ല വേണ്ട. അപ്പോൾ അവിടെ നിന്ന് മഞ്ഞിൻ്റെ ഇത് വരും. ഇവിടെ നിന്നങ്ങ് നമ്മൾ സോംബി ഫാം ഉണ്ടാക്കാൻ പോകുന്നത്. സോംബി ഫാം എന്ന് വെച്ചാൽ സോംബി മാത്രമല്ല, ക്രീപ്പർ ഉണ്ടാവും, സ്കെലിട്ടൺ ഉണ്ടാവും, എല്ലാവന്മാരും ഉണ്ടാവും. അതിനായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം. നമുക്ക് വേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് കുറച്ചധികം എന്ന് വെച്ചാൽ കുറച്ചധികത്തിൻ്റെ അധികം കൊബിൾ സ്റ്റോൺ വേണം. കൊബിൾ സ്റ്റോൺ ഇഷ്ടം പോലെ വേണം. അതാണ് ഏറ്റവും കൂടുതൽ ഫാം ഉണ്ടാക്കാൻ വേണ്ടി വരിക. വൈന് ചോദിച്ചാൽ നമുക്ക് കൊബിൾ സ്റ്റോൺ തന്നെ ഏറ്റവും ആവശ്യം വരുന്നതാണ്. നമ്മൾ അവിടെ കുറേ ബിൽഡുണ്ട്. ഇവിടെ നേരെ പോയിട്ട് ആ പ്ലസ്സിൽ നിന്ന് ഇങ്ങനെ കുരിശോല പോയിട്ട് വലിയൊരു പെട്ടി ഉണ്ടാക്കി. ആ പെട്ടി മേലോട്ടാക്കി അത് റൂഫ് സെറ്റ് ചെയ്ത് ഉള്ളിൽ ഇരുട്ടാക്കി. കുറച്ച് പണിയുണ്ട് ഗൈസ്. അത് അത്യാവശ്യം നല്ല പണിയാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് നല്ല രീതിക്ക് കൊബിൾ സ്റ്റോൺ വേണം. അതിനായിട്ട് നമ്മൾ നമ്മുടെ ഇതങ്ങ് ഉരുക്കാനങ്ങ് വെക്കുവാണ്. പക്ഷേ നമുക്ക് ഉരുക്കാൻ വെക്കണം. ഇതിൽ എവിടെയെങ്കിലും വുഡോ? ഒരു സ്ഥലത്തും വുഡില്ല ഗൈസ്. വുഡ് ഫാം ഉണ്ടാക്കാൻ പറ്റുമോ ഗൈസ്? വുഡ് ഫാം ഉണ്ടാക്കാൻ പറ്റൂല എന്നാണ് എൻ്റെ ഒരു വിചാരത്തിൽ. നമ്മളെന്തായാലും കുറച്ച് മരം ഞാൻ എന്തായാലും മുമ്പോട്ട് കുറച്ച് മരം എടുത്തിട്ട്, അത് ഓഫ് ക്യാമറ ആയിരിക്കും മരം എടുക്കുന്നതൊക്കെ. നല്ല വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത്ത് കൂടി പോകും. അതുകൊണ്ട് നമ്മളെന്തായാലും ഞാനിന്ന് പോയിട്ട് മരം എടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാൻ എന്തായാലും ആവശ്യത്തിനുള്ള വുഡ് എടുത്തിട്ടുണ്ട്. വുഡ് എടുത്ത് വന്നപ്പോൾ തന്നെ നൈറ്റായി. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ പോയി കിടന്നുറങ്ങിയത്. നമുക്ക് ആവശ്യമുള്ള 45 വുഡ് എടുത്ത് ഞാൻ എന്തായാലും 3 ആക്സൊക്കെ എടുത്തിട്ടാണ് പോയത്. എൻ്റെ അടുത്ത് ഉള്ള കോപ്പർ വെച്ച് ഉരുക്കിയിട്ടുണ്ടായിരുന്നു. കോപ്പർ വെച്ച് പിന്നെ അമ്മ അടുത്ത് കുറച്ച് ഇതുണ്ടായിരുന്നു, കോളുണ്ടായിരുന്നു. ഒരു 10-20 കോളുണ്ടായിരുന്നു. 10-20 ഇല്ലാന്ന് തോന്നുന്നു. ഉള്ളത് ഇവിടെ വെച്ചിട്ട് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ അടുത്തില്ലാത്തതുകൊണ്ട് ഇത് കുറച്ച് മെല്ലെ ആവുള്ളായിരുന്നു. അതുകൊണ്ട് ഉള്ളത് വെച്ചായത്. ഇപ്പോൾ ഉള്ള വെച്ച് നമ്മളെന്തായാലും നമുക്ക് ഫസ്റ്റ് തന്നെ വുഡല്ലേ ആക്കണ്ടേ. വുഡ് ഇങ്ങനെ വെച്ചാലും മതിയെന്നാണ് എൻ്റെ. നമ്മൾ ഇതാക്കി വെക്കുന്നതിനെക്കാട്ടും നേരം അപ്പോൾ തീർന്നു പോലെ നമുക്ക് യൂസ്ഫുള്ളാവില്ല. അതിൽ തീർന്നു പോയാൽ നമുക്ക് എന്തിനെങ്കിലും ആവശ്യത്തിന് എടുക്കാനും പറ്റില്ല. ഇതെന്തായാലും ആവുന്നുണ്ട്. മേളിൽ 21, 22, 19, 16, 15 ആവുന്നുണ്ട്. എന്തായാലും 2-3 സ്റ്റാക്ക് കിട്ടുമായിരിക്കും. നമ്മളെന്തായാലും 3 എടുത്തിട്ട് പോയതാണ്. 3 പിക്കാക്സ് ആയില്ല. ആ ഒരു പിക്കാക്സ് ഉള്ളൂ. മറ്റേത് പിന്നെ ഞാൻ നോക്കിയില്ല. ഇത് കോൾ എടുത്തിട്ട് നമുക്ക് അത് തന്നെ വെച്ചേക്കാം. പിന്നെ ഇത് ഇപ്പുറത്ത് കൂടി ആകാൻ വെച്ചേക്കാം. കുറച്ചുകൂടി കോപ്പറുള്ളത് ആ 2 അപ്പോഴത്തേനും നമ്മൾ ഇവിടെ ഫുള്ളങ്ങ് മൈൻ ചെയ്യണം. അത് കുറച്ച് ലോങ് എപ്പിസോഡായിരിക്കും. ലോങ് എപ്പിസോഡല്ല, അത് കുറച്ച് പണിയായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഞാനിത് നല്ല പണിയായിരിക്കും. ഫോൺ സ്വിച്ച് ഓഫ് ഉണ്ടെന്നാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു വട്ടം ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ലോങ് വീഡിയോ റെക്കോർഡ് ചെയ്താണ്. അപ്പോൾ അങ്ങ് റെക്കോർഡ് ചെയ്ത് ഏകദേശം 3/4 കഴിയാറായിരുന്നു. അപ്പോഴത്തേനും അങ്ങ് ഫോണങ്ങ് സ്വിച്ച് ഓഫ് ആയി. റെക്കോർഡ് ചെയ്തത് സേവും ആയില്ല. പിന്നെ ആദ്യമേ റെക്കോർഡ് ചെയ്യേണ്ടി വന്നു. അത് നല്ല പണിയായിരുന്നു. ഇതെന്തായാലും നല്ല പണിയായിരുന്നു. അതേപോലെ ഇത് ആക്കരുതെന്ന് വിചാരിച്ച് ചാർജൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ആകെ എടുക്കുന്നത്. എന്തായാലും ഞാൻ
കല്ലൊക്കെ അത്യാവശ്യം എടുത്തിട്ട് കാണിച്ചു തരാം. നമ്മളെന്തായാലും നമുക്ക് ആവശ്യത്തിനുള്ള എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനല്ല, നമുക്ക് അധികമൊന്നും എടുത്തിട്ടില്ല. വേണമെങ്കിൽ ഇനി എടുക്കാമെന്ന് വിചാരിച്ചാൽ നമ്മളിതാ ഇവിടുന്ന് ഇത്ര എടുത്തിട്ടുള്ളൂ. കുറച്ച് പണിയാണ്. പിന്നെ കോപ്പർ ഉള്ളതുകൊണ്ട് കുറച്ച് പണി കുറഞ്ഞ് കിട്ടിയെന്ന് പറയാം. നമ്മളപ്പോൾ ഇവിടെയാണ് നമ്മുടെ സോംബി ഫാം ഉണ്ടാക്കാൻ സോംബി ഫാം എന്ന് വെച്ചാൽ നമുക്ക് EP കൂടുതൽ കിട്ടും. കിട്ടും. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞുതരാം, കിട്ടും. നമ്മുടെ കുറച്ച് നമ്മൾ വില്ലേജ് ഫാം ഉണ്ടാകില്ല, എന്തായിരുന്നു വില്ലേജർ ഫാം ഉണ്ടാക്കുമ്പോൾ നമുക്ക് അവന്മാരുടെ അടുത്ത് നിന്ന് മെൻഡിങ് മേടിച്ച് നമ്മുടെ ആക്സിന് എല്ലാം ഇടുവാണെങ്കിൽ നമ്മൾ പോയിട്ട് ആ മറ്റേ പൊട്ടാറായ ആക്സൊക്കെ ഡയമണ്ടിൻ്റെ എല്ലാം ഉണ്ട്. നമ്മൾ അങ്ങനെ അതിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ആ സോംബിനെ കൊന്നാൽ മാത്രം മതി, തന്നെ അത് ഹെൽത്ത് അതിൻ്റെ കൂടിക്കോളും. അങ്ങനെ ഒരു ഗുണമുണ്ട് നല്ല രീതിക്ക്. ഇവിടുന്ന് നേരെ സോംബി താഴോട്ട് വീഴണമെന്നാണ് ആഗ്രഹം. പക്ഷേ അത് വർക്കാവാൻ തോന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയിൽ എനിക്ക് തോന്നുന്നു വർക്കാവില്ലെന്ന്. കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഇങ്ങനെ സെറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ ഐഡിയയിൽ ഉണ്ടാക്കേണ്ടത് ഇവിടെ ഒന്ന് ഇങ്ങനെ, എന്നിട്ട് ഇങ്ങനെ വരണം. ഇത്ര സ്പേസ് വേണം സോംബികൾക്ക്. അടിയിൽ വന്നിട്ട് 4 ലെയർ വേണ്ടത്. പിന്നെ ഇങ്ങനെ കൊണ്ടുവരും. ഓവർ വേസ്റ്റ് ആക്കാണ്ട് ഇങ്ങനെയാണ് എടുക്കുന്നത്. ആവശ്യമില്ലാത്തൊക്കെ നമ്മൾ പിന്നീട് പൊട്ടിച്ച് കളഞ്ഞാണ്. ആവശ്യമില്ലാത്തതല്ല, ഇപ്പോഴേ നമുക്കിതൊക്കെ എടുത്താലേ കിട്ടുള്ളൂ. ഇതാകെ 2-3 പോയിട്ടുള്ളൂ. നമ്മളിങ്ങനെ ബിൽഡ് ചെയ്ത് കുറച്ച് ഹൈറ്റിലേക്ക് എത്തണം, എന്നാലേ വഴിയുള്ളൂ. എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറി അത് എടുത്തിട്ട് കൊണ്ട് വേണ്ടിട്ട് വരണം. അങ്ങനെ സിമ്പിളായിരിക്കില്ലേ. നമ്മളെന്തായാലും അല്ല, നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വരും. നമ്മൾ എന്താണാവോ യൂട്യൂബേഴ്സ് എന്നല്ല, നമ്മുടെ ഗായ്സില്ലേ, നമ്മുടെ യൂട്യൂബറിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ മച്ചന്മാരില്ലേ, അപ്പോൾ അങ്ങനെ അങ്ങ് പറഞ്ഞു നമ്മൾ എന്നുവെച്ചാൽ നമ്മൾ ഒരുമിച്ചല്ലേ, ഒരു ഇതല്ലേ, നമ്മളൊരു കെട്ടല്ലേ, അതുകൊണ്ട് നമ്മളാണെന്ന് പറഞ്ഞു പോകുന്നത്. അതായത് ഇങ്ങനെ വെച്ച് പോകണം. ഇങ്ങനെ വെച്ച് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. ഒരു കാര്യം മറന്നുണ്ട്. നമ്മൾ താഴെ വീണ ചാവുന്നു. തിരിച്ചെങ്ങനെ ഇറങ്ങി വരും? ദാറ്റ്സ് എ ഇമ്പോർട്ടൻ്റ് ഐഡിയ. അതിന് നമുക്ക് കുറച്ചധികം വുഡ് നമുക്ക് ബാക്കി വന്നിട്ടുണ്ട്. അത് വെച്ച് ഉണ്ടാക്കേണ്ടത് ലാഡർ കുറച്ചധികം വേണം. ഇനി നമുക്ക് ഇഷ്ടം പോലെ വുഡ് ഉണ്ട്, വേണമെങ്കിൽ ഇനിയും പോയെടുക്കാം. അവിടെ അത് മാത്രമല്ല, ഞാൻ നട്ടും വെച്ചിട്ടുണ്ട് കുറേ. ഇപ്പോൾ പോയി കിടക്കട്ടെ, നൈറ്റായി. പക്ഷേ അല്ല, ഏണി ഉണ്ടാക്കുന്ന പാടാവും. അത് മാത്രമല്ല ഹെൽത്തും കുറവാണ്. ഫുഡുണ്ട്, എന്തായാലും കിടന്ന് രാവിലെ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മളെന്തായാലും ഫസ്റ്റ് ലാഡർ അങ്ങ് ഉണ്ടാക്കണം, ഏണി. അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു എനിക്ക്. അല്ലെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളമായാലും മതി. പക്ഷെ ഒരു ബക്കറ്റ് വെള്ളമാണെങ്കിൽ പിന്നെ നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് ഓൾറെഡി. അതിൻ്റെ മുകളിൽ വെള്ളത്തിൻ്റെ കുറച്ച് പരിപാടികളുണ്ട്. ഞാനൊരു സിമ്പിൾ സോംബി ഫാം ആണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കുന്ന പോലെ നല്ല സിമ്പിളായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്തായാലും ഇത് കുറച്ചധികം വേണം. ഒരു 30 വുഡ് കയ്യിരിക്കുന്ന പോലെ ബാക്കിയെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ച് നമ്മൾ ഫുള്ളങ്ങ് ഇതങ്ങ് ഏണി അങ്ങ് എടുത്തിട്ടുണ്ട്. എത്ര മതിയായിരിക്കും നോക്കട്ടെ, എത്ര കിട്ടിയെന്ന്. എന്നിട്ട് 48 കിട്ടിയുള്ളൂ. അത് കുറച്ച് പണിയാണെന്ന് തോന്നുന്നു. വുഡ് നമ്മുടെ അടുത്ത് ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് വലിയ സീനില്ലാന്ന് തോന്നുന്നു. നമ്മൾ ഈ പോകുന്ന വഴി ഇങ്ങനെ കയറി ഇങ്ങനെ വെച്ച് പോയാൽ മതി. വെച്ച് പോകുമ്പോൾ കുറച്ച് മെല്ലെ വെച്ച് വേണം.
ചാവത്തൊന്നുമില്ല. കയറുമ്പോൾ കുറച്ച് പാടാം. പോകുമ്പോൾ ഇങ്ങനെ വെച്ച് പോയാൽ ഒരു സീൻ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അവിടെ കല്ലെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു സ്കെൽട്ടൻ വന്ന് നമ്മൾ അടിച്ചാണ് നമ്മൾ കയ്യിൽ കാണുന്ന അല്ലാണ്ട് വേറെ എങ്ങനെയും കിട്ടിയൊന്നുമല്ല. പിന്നെ നമ്മളിതിൽ സത്യസന്ധമായിട്ട് കളിക്കുക, അല്ലാണ്ട് ക്രിയേറ്റിവിറ്റി ഒന്നും എടുത്തൊന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല ഇതുവരെയായിട്ടാണ്. നമ്മൾ നല്ല സത്യസന്ധമായിട്ടാണ് കളിക്കുന്നത്. നമ്മുടെ ഫസ്റ്റത്തെ ഫാമായ വീറ്റ് ഫാം, പശു ഫാം, പിന്നെ പശുവിനെ കുറച്ച് ഞാൻ കൊന്നിട്ടുണ്ടായിരുന്നു. എന്തിനാന്ന് വെച്ചാൽ ഫുഡ് നാളെ ഉണ്ടായിരുന്നു അവിടെ, അതുകൊണ്ട് അതിനെങ്കിൽ തട്ടി ഫുഡ് എടുക്കുന്നുണ്ട്. നമ്മളിനി ആ പശുവിനെ ആഡ് ചെയ്ത് നല്ല രീതിക്ക് ഫുഡ് കൊടുത്ത് ഒരു കുറേ ആക്കിയിട്ട് ഇനി നമ്മൾ ഫുഡ് എടുക്കുന്നുള്ളൂ. അതും ഒന്ന് റെഡി ആക്കണം. ഇതെന്തായാലും ഞാൻ കുറച്ച് മേലോട്ട് എത്തിച്ചിട്ട് കാണിച്ചു തരാം, അല്ലെ ലോങ് വീഡിയോ ആയിപ്പോൾ. ഗൈസ് നമുക്ക് ആവശ്യത്തിനുള്ള അത്ര ഹൈറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇത്ര ഹൈറ്റ് മതിയെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് അറിയില്ല, സോംബി എങ്ങാനും താഴെ വീണ് ചത്താലോ. നമ്മളെന്തായാലും ഒന്ന് ചാടി ടെസ്റ്റ് ചെയ്ത് നോക്കണം ചാവോന്ന്. ഇല്ല ഗൈസ്, 3 ഹെൽത്തേ പോകുള്ളൂ. അപ്പോൾ ഇതിലും കുറച്ചും കൂടി മേലോട്ട് കയറ്റേണ്ടി വരും ഗൈസ്, കുറച്ചുകൂടി മേലോട്ടാക്കേണ്ടി വരും. എന്തായാലും ഞാൻ കുറച്ചുകൂടി മേലോട്ടാക്കിയിട്ട് നമുക്ക് എന്തായാലും ആവശ്യത്തിനുള്ള ഹൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇത്ര ഹൈറ്റ് മതിയായിരിക്കും. എന്നിട്ട് നമ്മളിവിടെ അടിയിലായിട്ട് ഇത്ര ഭാഗം പൊട്ടിച്ചളയും. ഇത്ര ഭാഗം നമുക്ക് വേണ്ട. എന്തിനാന്ന് വെച്ചാൽ ഇങ്ങോട്ടാണ് സോംബി വീഴാൻ പോകുന്നത്. ഇവിടെ ആയിരിക്കും സോംബി വീഴാൻ പോകുന്നത്. ഇവിടെ നിന്നായിരിക്കും നമ്മൾ തല്ലി കൊല്ലുന്ന അവനെ. വീഴുമ്പോൾ തന്നെ അവൻ്റെ ഹെൽത്ത് ബാധിപ്പോവും. എന്നിട്ട് നമ്മൾ അടിച്ചും കൂടി കൊല്ലും. പിന്നെ ഇവിടെ കുറച്ച് ഇത് റെഡിയാക്കി വെക്കണം. അടിയിൽ മാത്രം നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യും. എന്തിനാന്ന് വെച്ചാൽ ഈ ഇടയിൽ കൂടെ കയറി പോകുമ്പോൾ ചില സമയത്ത് സോംബീസ് നമ്മൾ അറ്റാക്ക് ചെയ്യും. നമ്മൾ കണ്ടിട്ടില്ലേ, നേരത്തെ എൻ്റെ മുമ്പത്തെ എപ്പിസോഡ് കണ്ടവർക്കറിയാം, എന്നെ ഒരു കുട്ടി സോംബി അറ്റാക്ക് ചെയ്ത്. ഇതിലേക്ക് കയറിപ്പോകാനായിട്ട് നമ്മളിവിടെ വഴി സെറ്റാക്കുന്നുണ്ട്. ഓക്കെ, ഇതിലും കയറിപ്പോയത് വേണ്ടിട്ട് ബാക്കി പണിക്ക് കുറച്ചും കൂടി കല്ല് വേണ്ടി വരും. അതും കൂടി ഞാൻ എടുത്തിട്ട് എല്ലാം ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഗൈസ് നമ്മളെന്തായാലും ഇത്ര കല്ലെടുത്തിട്ടുണ്ട്. ഇത്ര മതിയായിരിക്കും തോന്നുന്നു. ഇവന്മാർ വന്നിട്ടുണ്ട്, ഇവന്മാരെ നമുക്ക് തട്ടാം. ഇങ്ങനെ ചാടി അടിച്ചു എൻ്റെ ഹെൽത്ത് പോകും. സോംബിൻ്റെ ഹെൽത്ത് അവനെ പോകും. ചാടി അടിക്കാൻ അവൻ നിൽക്കണ്ട. ഓക്കെ, നമുക്ക് ഏറ്റവും വേണ്ട വള്ളിയാണ്. വള്ളി വേണം നമുക്ക് അയൺ ഫാം ഉണ്ടാക്കാൻ. എന്തിനാന്ന് ചോദിച്ചാൽ ആവശ്യമുണ്ട്. അത് സസ്പെൻസ് ആയിക്കട്ടെ, ചിലപ്പോൾ അത് വർക്കായില്ലെങ്കിലോ. ഒരു പ്രശ്നം കൂടി ഞാനിതുവരെ കണ്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് വേൾഡ് ഉണ്ടാക്കിയിട്ട്, നോർമൽ വേൾഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ അയൺ ഫാം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അതിൽ ചിലതൊന്നും വർക്കാകുന്നില്ല. വർക്കാവുന്ന നോക്കിയിട്ട് ശനിയാഴ്ചത്തേക്ക് ഉണ്ടാക്കുകയുള്ളൂ. പിന്നെ എൻ്റെ രീതിക്കൊന്ന് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് മാത്രം ഉണ്ടാക്കുകയുള്ളൂ അയൺ ഫാം. അല്ലെങ്കിൽ വലിയ യൂട്യൂബേഴ്സിൻ്റെ നോക്കിയിട്ടൊന്നും ഞാൻ ഉണ്ടാക്കില്ല. ഞാനിതൊന്നും ഉണ്ടാക്കട്ടെ. അയ്യോ മേട്ട്. ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ചുറ്റിനും ഇങ്ങനെ ബിൽഡ് ചെയ്തും കൊടുക്കണം. ബിൽഡിംഗ് ബ്ലോക്ക് തന്നെ വേണം. മറ്റേ സ്ലാബ് ഫിറ്റ് ചെയ്ത് അതിൽ മോബ്സൊന്നും സ്പോണാവില്ല. ചുറ്റിനും ഇങ്ങനെ ഒരേ അളവിൽ ഇങ്ങനെ ചുറ്റിനും ആക്കി കൊടുക്കണം. ഞാൻ എന്തായാലും ചുറ്റിനും ആക്കി കൊടുത്തിട്ട് കാണിച്ചു തരാം. നമ്മളെന്തായാലും അത്ര ആക്കിയിട്ടുണ്ട്. നൈറ്റ് ആയിട്ട് അപ്പോൾ നമ്മൾ വന്ന് കിടന്ന് ഉറങ്ങിയാണ്. നമുക്ക് അത്ര മതിയാവും സോംബി ഫാമിന്. സൈഡിൽ കൂടെ അതിൻ്റെ ഇടയ്ക്കൊരു ഇവൻ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ക്രീപ്പർ. ഞാൻ നോക്കുമ്പോൾ അടിയിലായിട്ട് ജസ്റ്റ് മിസ് പൊട്ടി വെച്ചില്ല, നേരെ മേലോട്ടം കയറിപ്പി. അവൻ പോയതൊക്കെ പിന്നെ ചാടി വന്നു. ഞാൻ നോക്കുമ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നു ഏണീൻ്റെ താഴെ. എന്നാലും തിരിച്ച് കയറുന്നതിന് മുമ്പ് നമുക്ക് കുറച്ചുകൂടി കല്ല് വേണ്ടവരില്ല, ഉള്ളത് വെച്ചാക്കിയിട്ട് നമുക്ക് തിരിച്ചിറങ്ങി വരാമല്ലോ. നമ്മളെന്തായാലും അതിൻ്റെ പണി വീണ്ടും തുടങ്ങുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ മേലോട്ട് ബിൽഡ് ചെയ്യുമ്പോൾ ഇവിടെ സ്ഥലം ഉണ്ടാവില്ല. അതൊരു പ്രശ്നമായി. നമുക്കിങ്ങനെ മേലോട്ട് ബിൽഡ് ചെയ്യാനായിട്ട് ഒരു ലെയറും കൂടി നമുക്കിവിടെ സെറ്റ് ചെയ്യണം ഏകദേശം. പിന്നെ ഈ പുതിയ അപ്ഡേഷനിൽ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് ഞാനിതിങ്ങനെ നേരെ നോക്കിയിട്ട് എനിക്ക് വെക്കാൻ വരുന്നുണ്ട്. ഞാനിതിൻ്റെ ചുറ്റിനും ഒരു ലെയറും കൂടി സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഈ
ലാസ്റ്റാണ് സബ്സ്ക്രൈബും ലൈക്കും ഇതെല്ലാം ചെയ്യാൻ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നപ്പോൾ ബോറടിക്കുന്നതും പിന്നെ ഇറിറ്റേഷൻ ആവുന്നതും അതൊക്കെ വെച്ചിട്ടാണ്. പക്ഷെ നിങ്ങൾ വീഡിയോ കാണുന്ന പകുതി മുക്കാൽ ചാനൽ സബും ചെയ്യുന്നില്ല, കമൻറ്റും ചെയ്യുന്നില്ല, ഒന്നും ആക്കുന്നില്ല. കാണുക, ഇറങ്ങിപ്പോവുക. ഒന്ന് ഗൈസ് നിങ്ങളെന്തായാലും അവിടെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലേ ഒന്ന് ലൈക്ക് അടിച്ച് എന്തായാലും ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സബും കൂടി ചെയ്യുകയാണെങ്കിൽ എനിക്ക് അത്രയ്ക്ക് ഉപകാരമായില്ലേ. ഞാൻ എത്ര കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് ഇടുന്ന വീഡിയോ ആണെന്നറിയാം. അതും രാത്രി നൈറ്റ് ഉറങ്ങാണ്ട് ഞാൻ എത്ര കഴിഞ്ഞിട്ടാണ് ഉറങ്ങണമെങ്കിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിക്ക് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നല്ല രീതിക്ക് വീഡിയോ ഇടുന്നതാണ്. എന്തായാലും ഇത് ഇങ്ങനെയല്ലായിരുന്നു ഉണ്ടാക്കേണ്ട കേസ്. എങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ വലിയ സീനൊന്നും ഇല്ലായിരുന്നു. ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് കൊടുക്കണം. ഇതൊരു റൂം പോലെ ആക്കണമായിരുന്നു. നമ്മളത് ഓർത്തില്ല. കണ്ടോ ഇവിടെ റൂമിൽ ഇവിടെ 2 ഗ്യാപ്പ് വ്യത്യാസം വരുന്നുണ്ട്. കണ്ടോ ഇവിടെ അവന്മാർ സ്പോണാൻ പാടില്ല. ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയും വേണം. പിന്നെ എന്താണെന്നറിയില്ല, നിങ്ങൾക്ക് കാണുന്നുണ്ടോ നല്ല ഡിസ്പ്ലേ ഒന്നും വരയ്ക്കുന്നുണ്ട്. വാട്ടാപ്പറ്റ് എന്തെങ്കിലും ആട്ടെ അല്ലേ, വ്യൂവേഴ്സിന് വേണ്ടി അതൊന്നും നോക്കൂല നമ്മൾ. എന്തായാലും കുറച്ചൊന്നും ഇങ്ങനെ ആക്കിയോട്ടെ. എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നമുക്ക് വീഡിയോയിൽ? എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യും. നമ്മൾ ഇങ്ങോട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഈ ആൻറ്റിനെയൊക്കെ കിടന്ന് ഇളകുന്ന പോലെ എന്തോ കിടന്ന് ഇളകുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ സെറ്റിയാണ്. കല്ലെന്തായാലും ഇത്ര തികയില്ല. നമ്മൾ ഓഫ് ക്യാമറയിൽ നിന്നിട്ട് ഇനിയും മൈൻഡ് ചെയ്യേണ്ടി വരും. നമ്മൾ ഇത്രയായിട്ട് ഇത്ര എത്തിയുള്ളൂ ഗൈസ്. പിന്നെ അപ്പോൾ അയൺ ഫാം ഉണ്ടാകുന്നത് അതൊരു ലോങ് വീഡിയോ ആയിരിക്കും. ലോങ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ നല്ല രീതിയിൽ കമൻറ്റ് ഇടും. ലോങ് വീഡിയോ ആക്കുമെന്ന് ഒരു 10 കമൻറ്റ് എങ്കിലും വന്നാൽ മാത്രമേ ഞാൻ അതിൻ്റെ ലോങ് വീഡിയോ ഇടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്ത് പകുതിയും ചുരുക്കി ചെറിയ വീഡിയോ ആക്കിയിട്ടായിരിക്കും ഇടുക. ഒരു 2.5 മണിക്കൂറുള്ള വീഡിയോ ആണെങ്കിൽ അത് ഞാൻ ചുരുക്കി മിക്കവാറും ഒരു 1 മണിക്കൂറിൻ്റെ അല്ലെങ്കിൽ അരമണിക്കൂറിൻ്റെ ആക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നിങ്ങൾ കമൻറ്റ് ഇടുക എത്ര എൻ്റെ വേണ്ടേ. കുറേ സമയം വെച്ചാൽ ബോറടിക്കുമോ എന്നെല്ലാം. എന്തായാലും ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകണം. കുറച്ച് കല്ലും കൂടി വേണം. എന്തായാലും ഞാൻ കല്ലും കൂടി എടുത്ത് അവിടെ ഫുൾ സെറ്റപ്പ് ആക്കിയിട്ട് കാണിച്ചു തരാം. ഗൈസ് നമ്മളെന്തായാലും ഇത്രയും കൂടി കല്ലെടുത്തിട്ട് നമുക്ക് 3 സ്റ്റാക്കേ കിട്ടിയുള്ളൂ. ആകെ വെറും 3 സ്റ്റാക്ക്. നമ്മുടെ അടുത്ത് ഫുൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 3 സ്റ്റാക്ക് കിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ അയൺ ഫാം അല്ല സോംബി ഫാമിൻ്റെ ഒരു ഔട്ട്ലുക്ക്. കഴിഞ്ഞില്ല മണി ഇനിയും കിടക്കുന്ന എത്ര എൻ്റെ വഴിമാറ്റി. ഇതിവിടെ വെച്ചിരിക്കുന്നതിനാന്ന് വെച്ചാൽ നമുക്ക് ഇറങ്ങാൻ കുറച്ച് എളുപ്പത്തിനാണ്. പിന്നെ നമുക്ക് ഇതിങ്ങനെ വെക്കണം എന്തിനാന്ന് വെച്ചാൽ നമുക്ക് പോകാനുള്ള എണ്ണമുള്ളതുകൊണ്ട് ഈ ഒരു ഹൈറ്റിൽ നമുക്ക് അങ്ങോട്ട് ബിൽഡ് ചെയ്ത് കൊടുത്തേക്കാം. എന്നിട്ട് പിന്നെ ബാക്കിയൊക്കെ നോക്കാം. എല്ലാം ഒന്ന് ഈ ബിൽഡിലെടുത്തിട്ട് ഈ ഹൈറ്റിലെടുത്ത് മൂടിയിട്ട് ഉള്ളിലായിരിക്കും പണിഞ്ഞ് വരിക. ഉള്ളിൽ കുറച്ചധികം ഉണ്ട്. അയൺ ഉരുക്കാൻ വെച്ചിട്ട് വന്നായിരിക്കും. എന്നാൽ പിന്നെ ഞാൻ അയൺ ഉരുക്കാൻ കൂടി വെച്ചിട്ട് വന്നിട്ട് ഞാൻ അത് മേളിൽ ഫുൾ മൂടി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അതുപോലെ രാത്രി ഉണ്ടായിരുന്നു. അപ്പോഴത്തേനും നമ്മൾ കിടന്നങ്ങ് വന്നുറങ്ങി. വീണ്ടും അങ്ങോട്ട് പോകണം. അയൺ ഉരുക്കാൻ വെച്ചില്ലായിരുന്നു. 2 ഉണ്ടായിരുന്നു. 2 വെച്ച് ബാക്കി 18 ഏതോ ചെസ്റ്റിലുണ്ടായിരുന്നു. ഞങ്ങൾക്കൊന്ന് എടുക്കുമ്പോഴത്തേക്കും നൈറ്റ് വല്ല അറ്റാക്ക് ചെയ്താലോ എന്ന് മേടിച്ചിട്ട് നമ്മൾ എടുത്തില്ല. മാത്രമല്ല നമുക്ക് എന്തായാലും ഈ കുബിൾ സ്റ്റോൺ തികയുന്നില്ല. മുകളിൽ വന്ന് ചെറിയൊന്ന് ബിൽഡ് ചെയ്തപ്പോഴത്തേനും നമ്മുടെ അടുത്തുണ്ടായിരുന്ന 64 കഴിഞ്ഞു. ബാക്കി 9 ഉണ്ടായിരുന്നുള്ളൂ. എന്ത് വാസ്റ്റിലാവുന്നതെന്ന് അറിയില്ല. നമുക്ക് അതാവുന്ന വരെ നമ്മളിവിടെ ഇതിൻ്റെ അടുത്തന്നെ ഉണ്ടാവണം. അപ്പോൾ അത് വേഗമാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ അപ്പുറത്തെ മാറ്റി ഇപ്പുറത്തേയും കൂടി കുറച്ചുകൂടി കല്ലെടുക്കാൻ വേണം. കല്ലും കൂടി എടുത്തിട്ട് കാണിച്ചു തരാം. നമ്മളെന്തായാലും ആ ഉരുക്കാൻ വെച്ചാൽ വെച്ച്
2 ബക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉള്ള അങ്ങനെ നേരെ കുഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ അടുത്തൊരു 4 സ്റ്റാക്കിൻ്റെ അടുത്തായിട്ടുണ്ട്. ഇത് വെച്ച് അങ്ങ് പോവാണ്. എന്തായാലും പോവല്ലേ, വെള്ളം കൂടി എടുത്തിട്ട് പോവാം. ഒരു ബക്കറ്റ് ഉണ്ടാക്കില്ലേ. നമ്മൾ വെള്ളം കൂടി എടുത്തിട്ട് വെള്ളത്തിൻ്റെ ആവശ്യം അവിടെ നല്ല രീതിക്കുണ്ട്. അയണൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കാനേ പറ്റില്ല. പിന്നെ അയൺ ഫാമിന് അയൺ വേണം. അയൺ ഫാമിന് അയൺ വേണ്ട. ഇങ്ങനെയാണ് സോംബികൾ വന്ന് നടക്കുക. മനസ്സിലായ ഗൈസ്? ട്രയൽ കാണിച്ചു തന്നതല്ല, ഒറിജിനലായിട്ട് വീണതാണ്. പക്ഷെ എൻ്റെടാ, ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും പടാവാൻ തോന്നും. ഓടിച്ചാടാനുള്ള സ്വിച്ച് വെക്കാൻ പറഞ്ഞാൽ ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് സ്വിച്ച്. ഹൈ ഇതാണ് പ്രശ്നം. ചില സമയത്ത് ഞാൻ നീക്കാണ്ട് എന്ത് ചെയ്യും. അപ്പം ഞാനിങ്ങോട്ട് വന്നെന്ന് എനിക്ക് മനസ്സിലാവും. എന്തായാലും ഈ ഹൈറ്റിൽ ഞാൻ മേളിൽ ബിൽഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. അല്ലെങ്കിൽ ലോങ് ആകുമ്പോൾ അത് മാത്രമല്ല ചെറുങ്ങനെ ഷോർട്ടും ആവാൻ ചാൻസ് ഉണ്ട്. എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേനും തീരെ ഉണ്ടാവാൻ ചാൻസില്ല. ഞാൻ പരമാവധി ഉണ്ടാക്കുന്നതെല്ലാം കാണിക്കാം, അതായിരിക്കും ബെറ്റർ. എന്തായാലും ഞാൻ ഇവിടുന്ന് ഇത്ര ആക്കട്ടെ. ഇതിൻ്റെ മുകളിലുള്ള ഞാൻ ആക്കിയിട്ട് കാണിച്ചു തരാം. എന്നാൽ നമ്മളുള്ള ഏകദേശം നമ്മളതിൻ്റെ മുകളിലും ഫുള്ള് വെച്ച് കഴിയാറായി. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ വർക്കാവുമെന്ന് അറിയില്ല. ഫസ്റ്റ് ട്രൈ ആണ്. ഇതുവരെയായിട്ട് ഞാൻ ഗെയിമിൽ സോംബിൻ്റെ ഇതോ അങ്ങനെ ഒന്നും ഞാൻ ഉണ്ടാക്കില്ല ഇതുവരെയായിട്ടും. ഇത് ഫുള്ള് അടയ്ക്കാണ്. പിന്നെ ഇത് ഞാൻ താട്ടാണ്. നമ്മളെന്തായാലും ഇവിടെ ഓക്കെ. ആകെപ്പാട് ഇപ്പോഴേ ഇരുട്ടാക്കിയ പണി കിട്ടും. ഇവിടെ ഒന്നും അടച്ചില്ലേ. അടച്ചു വന്നപ്പോൾ അവിടെ ഒന്നും ഇത്ര കല്ലൊന്നും വേണ്ടേ. ഇതെന്നാ 4 ലെയറും 4 സോംബികളാണ് വരാൻ തോന്നുന്നു. അപ്പം നമുക്ക് ഈ സെൻറ്റർ ഭാഗം എന്തായാലും ഒന്ന് തൽക്കാലത്തേക്ക് അടിച്ചു വെക്കാം. ഇല്ലെങ്കിൽ നമ്മൾ പാട്ടാവുന്ന ഉറപ്പാണ്. എന്തായാലും വെട്ടാൻ വരുന്ന ഭാഗം ഇതല്ല, ഇതും കൂടി അടച്ച ഒരു റൂമിലേക്ക് വെട്ടത്തൂല. ഇത്ര ഇരുട്ട് പോലെ ഇതും കൂടി അടച്ചാലോ? അയ്യോ, ഇപ്പം തന്നെ സോംബീസ് പോകണാവാൻ ചാൻസ് ഉണ്ട്. അയ്യോ, എനിക്ക് വല്ലതും കാണുന്നുണ്ടോയെന്നറിയില്ല. വലിച്ച് ടോർച്ചെടുത്തില്ല. ഇൻവെൻ്ററിയിൽ കാണുന്നില്ല. ഏതാല്ലേ. അയ്യോ ഗായ്സ്, പണി കിട്ടിയെന്ന് തോന്നുന്നു ഗായ്സ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം എവിടം വരെ എത്തും നോക്കണമല്ലോ. അത് പണി കിട്ടും ഗായ്സ്. വെള്ളം കറക്റ്റ് നടുക്ക് വരെ എത്തണം. ഇത് വീണ്ടും പൊളിച്ചളയേണ്ടി വരും തോന്നുന്നു. ഇത് വേണ്ടെന്ന് തോന്നുന്നു ഗായ്സ്. അത് എവിടെയോ കണ്ടിട്ട് ഇങ്ങനെ വെക്കുന്നത് നടി മേളിൽ കുരിശ് പോലെ. അതിങ്ങനെ അത് കുഴപ്പമില്ല, അതില്ലെങ്കിലും വലിയ സീനൊന്നുമില്ല. തിന്നാനൊന്ന് ഇറങ്ങുമോ? അതിനായിരുന്നു ഞാൻ ഇവിടെ മറ്റേ സാധനം വെച്ചത്, 2 കല്ല്. ഓക്കെ, എന്തായാലും നമ്മൾ മേളിലത് പൊളിച്ച് കളയണം. ഇത് കുറച്ച് ടോർച്ച് എടുത്തിട്ട് അങ്ങ് പോകണം. ടോർച്ച് ഉണ്ടായിരുന്നു, പക്ഷെ എപ്പോഴാണ് തീർന്നതെന്ന് അറിയില്ല. എന്തായിരുന്നു വേണ്ടത്? ഒരാക്സും പിന്നെ കുറച്ച് ടോർച്ചിന് ഇതില്ല, ഫുഡില്ല, സ്റ്റിക്കാണില്ലാത്തത്. സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് ടോർച്ച് മതി. നമ്മൾ കുറച്ച് ടോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ടോർച്ച് എത്ര 8 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്, മതിയാവും. എന്തായാലും മേളിൽ കയറിയിട്ട് അതെല്ലാം ഒന്ന് പൊളിച്ച് കളയട്ടെ. പൊളിച്ച് കളഞ്ഞില്ലെങ്കിൽ ആക്സ് എടുക്കട്ടെ. പൊളിച്ച് കളഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ശരിയാവില്ല. വെറുതെ എന്തിനാണ് നമ്മളായിട്ട് കൂട്ടത്ര കാണിക്കുന്നില്ലേ. ഇപ്പം തന്നെ സ്പോണായി ഗൈസ്. പക്ഷേ എൻ്റെ ഗൈസ്, അതാണ് ഞാൻ ടോർച്ച് എടുക്കാൻ പോയത്. ഇപ്പം തന്നെ സോംബികളൊക്കെ ഓൾറെഡി സ്പോണായി. കണ്ടോ? സോംബീസ് ഫാം വർക്കിംഗ് ആണെന്ന് മനസ്സിലായി. എന്തോ വൈകും. വർക്കിംഗാണ് ഗൈസ്. സോംബി ഫാം വർക്കിംഗ് ആണെന്ന് തോന്നുന്നു. സ്കെൽട്ടൺ മാത്രമല്ല, ഇത് മാത്രമേ വന്നിട്ടുള്ളൂ. സ്പൈഡർ മാത്രമേ വന്നിട്ടുള്ളൂ. വർക്കിംഗ് ആയിരിക്കും.
നമ്മളെന്തായാലും അടിയിൽ കുറച്ച് നേരം AFK നിൽക്കേണ്ട വരും. കുറച്ചധികം സോംബീസ് വരാൻ. ഓ ടോർച്ചിന് വരെ നമ്മൾ ഇവനൊന്ന് പൊട്ടിച്ചു കൊടുത്താൽ മതിയായിരുന്നല്ലേ. അതിന് അടയ്ക്കേണ്ട വരില്ലേ. കല്ല് നമുക്ക് ഇഷ്ടം പോലെ വേണം. എന്താണെന്ന് വെച്ചാൽ നമ്മളെന്തായാലും ഇവിടെ ഫസ്റ്റ് എല്ലാത്തിലും വെള്ളം ഒഴിക്കട്ടെ. ടോർച്ച് പൊട്ടും, ഇപ്പോൾ ഇരുട്ടാവും, അപ്പോൾ വീണ്ടും സോംബീസ് പോകണം. അത് വിടാൻ പാടില്ല. നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഏതാന്ന് പറഞ്ഞല്ലോ. ഫസ്റ്റ് സെൻറ്റർ ഒഴിച്ചെടുക്കണം. അതായിരുന്നു. ഒരു കഷ്ണം കിട്ടി. അടുത്ത കഷ്ണം കിട്ടി. ഇതാണ് നമ്മുടെ സെൻറ്റർ. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വീഴാനും പാടില്ല. അതിനിപ്പോൾ എന്ത് ചെയ്യും, വെള്ളം ഒഴുകി വീഴാൻ പാടില്ല. അതിനിപ്പോൾ ചുറ്റിനും ട്രാപ്പ് ഡോർ വെച്ചാൽ മതി. പക്ഷേ ട്രാപ്പ് ഡോർ വെച്ചാൽ അതിൻ്റെ മുകളിൽ കയറിക്കും സോംബികൾ. ഇതാണ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ പ്രശ്നം. ഒരു ട്യൂട്ടോറിയൽ യൂട്യൂബേഴ്സ് പറയുന്ന പോലെ പറയുന്നില്ല. ട്യൂട്ടോറിയൽ അങ്ങനെ എന്തൊരു സാധനമുണ്ട്. ഇതിൻ്റെ ഒരു സോംബി ഫാർമിൻ്റെ നോക്കിയാൽ മതിയായിരുന്നു. നമ്മളെന്തായാലും അവിടെയായിട്ട് നമുക്ക് എന്തെങ്കിലും വെക്കാൻ ഉള്ളിലായിട്ട് നെയിം ടാഗ് അല്ല, വേറെ സാധനം ഉണ്ടല്ലോ. കുറച്ച് സ്റ്റിക്ക് എടുത്തിട്ട് ഈ സാധനം എവിടെ പോയി, ഇവിടെ കണ്ടായിരുന്നല്ലോ. ഈ സാധനം കുറച്ച് ഉണ്ടാക്കിയാൽ പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും നൈറ്റ് ആയിട്ട് ഞാൻ കിടന്നുറങ്ങട്ടെ, എന്നിട്ട് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഗൈസ് പിന്നെ ഒരു കുഴപ്പമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീഴുന്നൊന്നും കളക്റ്റ് ആവുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതിൻ്റെ നേരെ അടിയിലുള്ള ബ്ലോക്ക് പൊട്ടിച്ചാൽ ഫുഡിലേക്ക് കയറാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ ഒരു സീനും കൂടി ഉണ്ട്. ഇവന്മാർക്ക് തീരെ വെട്ടമില്ല. എൻ്റെ കുറച്ചധികം സ്പോണം അതുകൊണ്ട് അടിയിലും നമുക്കിങ്ങനെ മൂടി കൊടുക്കാം. അപ്പോൾ അടിയിൽ നിന്ന് മേലോട്ട് പോകുന്ന വെട്ടം അങ്ങനെ ഉണ്ടാവില്ല. അപ്പം നമുക്ക് ആവശ്യമുള്ളപ്പോൾ തോന്നാം. ഇപ്പം എന്തായാലും വർക്കാക്കുന്നല്ലേ ഉള്ളൂ. എന്തായാലും വീഡിയോ ഉണ്ടാക്കുന്നതിന് മുമ്പ് എന്തായാലും വർക്കാക്കി കാണിച്ചിട്ട് ഞാൻ വീഡിയോ ഉണ്ടാക്കുള്ളൂ. ഇപ്പം നമുക്ക് വേണ്ടത് വാട്ടർ എഫിഷ്യൻസി. കറക്റ്റ് എല്ലാ വാട്ടറും ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഇഷ്ടം എങ്ങനെ ഇവിടെ ഒന്ന് വെക്കാൻ പാടുള്ളൂ. അടുത്തവിടെ വെക്കാം. ഇങ്ങനെ വെച്ചാൽ വെള്ളം താഴോട്ട് പോവില്ല. അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഗൈസ് ഷീസ് വർക്കിംഗ്. വെള്ളം അടിയിലേക്ക് പോകുന്നില്ല. വർക്കിംഗ് കേസ്. ആദ്യമായിട്ട് സ്വയം ഉണ്ടാക്കിയ സാധനമെല്ലാം വർക്കിംഗ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് സീനില്ലേ, ഇത് നമുക്ക് നോക്കാം. നമുക്ക് അടിയിലേക്ക് ചാടാനും പറ്റില്ല, പോകാനും പറ്റുന്നില്ല. ഈ വെള്ളം എന്നാൽ ലാസ്റ്റ് ആയിട്ട് താഴോട്ടിറങ്ങാൻ പറ്റില്ല. അല്ലെങ്കിലും താഴോട്ടിറങ്ങാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലും സോംബീസ് പോകണം ഗൈസ്. അതൊരു റിസ്ക്കാണ്. അതിന് വേണ്ടി നമ്മൾ ഇവിടെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. ചെറിയൊരു വെട്ടം അങ്ങ് പൊട്ടിച്ചു കൊടുക്കാം. ആ വെള്ളം അപ്പുറത്തേക്ക് വെച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. ഞാൻ എന്ത് പോട്ടിറങ്ങി. അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. അത് കുഴപ്പമില്ല. ചെലന്തീൻ്റെ പിന്നെ ഹെൽത്ത് പോലും നമ്മൾ ചാണ്ട് വരാൻ തോന്നുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകേണ്ട വരും. ഇതല്ലല്ലോ വെള്ളം ഒഴിക്കണ്ടേ. വെള്ളം എങ്ങനെ ഒഴിക്കേണ്ടതെന്ന് വെച്ചാൽ സൈഡിലെല്ലാ സ്പോണാവുന്നമാരും നടുക്കൂട്ടി വീഴണം. ഇപ്പം ഞാൻ എന്നെയും കൊണ്ട് പോയാനെ. ഓക്കെ, ഇവിടെ സ്പോണാവും. ഇവിടെയും കൂടി വെള്ളം ഒഴിച്ചാലോ. ഇവിടെ നേരെ സ്ഥലമാണ്. ഇവിടെ നിന്നാൽ മാർക്ക് നോക്കട്ടെ. സെൻറ്റർ എങ്ങനെയല്ലോ അമ്മരെ വലിച്ചുകൊണ്ട് ഉള്ളിൽ കൊണ്ട് കളയും. ഓക്കെ, 3 ബക്കറ്റിൻ്റെ ആവശ്യം വരുന്നില്ല എന്ന് തോന്നുന്നു. ഞാടിയിലേക്ക് പോലെ ഗൈസ്. ഇപ്പം ഞാനും അടിയിലേക്ക് പോയനെ. അടിയിലേക്ക് വെള്ളം വീഴുന്നില്ല.
നമുക്കില്ലേ ചാടിപ്പോണ്ട വരും. അയ്യോ നമ്മളെങ്ങനെ ചാടിപ്പോവും? അതും കുറച്ച് ഇതാണെങ്കിൽ അതിലും വലിയ പണി. കേറങ്ങോട്ട്. അയ്യോ ഡെഡ്. ഓഹോ ഏതാരേ ഒരു സോംബി ഫാം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എത്ര നമ്മുടെ ഡോർ അങ്ങനെ രണ്ടും കളറ് സെറ്റാണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ കളർ തന്നെ പെർമനൻ്റ് ആക്കും. നല്ല രസമുണ്ട് പച്ച കളറ്. നമ്മുടെ സോംബി ഫാം അങ്ങനെ സെറ്റാണ്ട് ഏകദേശം. ഞങ്ങളിൽ പോയിട്ട് ആ ടോർച്ചും അങ്ങ് പൊട്ടിച്ച് ആ ഹോളും അങ്ങ് അടച്ച പരിപാടി തീർന്നുണ്ട്. നമ്മളിതെല്ലാം ഒന്ന് കളക്റ്റ് ആക്കട്ടെ. കളക്റ്റ് ആക്കുമ്പോൾ തന്നെ കത്തുന്നുണ്ട്. ഇപ്പം തന്നെ EP കിട്ടാനങ്ങ് തുടങ്ങൂലേ. EP കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചാവാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ EP അങ്ങ് പോകും. വെറുതെ എന്തിനാ EP എടുക്കുന്നത് പിന്നെ? അല്ല പിന്നെ ഗൈസ് അത് കുറച്ച് പണിയാണ്. ഓക്കെ ടോർച്ച് പൊട്ടിക്കുന്നുണ്ട്. ആ ഇതൊന്ന് പൊട്ടിച്ചാൽ. അയ്യോ പടച്ചോനെ ഈശ്വരോ വെള്ളം കിടന്ന് കുറച്ച്. ആവോ നമ്മൾ സാധനം പൊട്ടിച്ചിട്ട് അവിടെ കല്ല് വെച്ചങ്ങ് അടക്കട്ടെ. നൈസായി ആ ടോർച്ചങ്ങ് പൊട്ടിച്ച് ടോർച്ചെല്ലാം ഒഴുകി എവിടെയാണാവോ എത്തുന്നത്. ഈ ടോർച്ചങ്ങ് പൊട്ടിച്ചിട്ട് നൈസായി അങ്ങ് മേലോട്ടങ്ങ്. അയ്യോ എന്തെന്നാ കാണിക്കുന്നത് ഞാൻ. ഇപ്പം പണി ചെയ്യേണ്ട ആനായിരുന്നു. ഞാൻ എന്നെ കാണിച്ചു വിടുന്നു. അവിടെ ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കുമായിരുന്നെങ്കിൽ ഇത്ര പണിപ്പുണ്ടായിരുന്നു. നമ്മളെന്തായാലും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെന്തായാലും ഇങ്ങോട്ടൊന്ന് കയറാൻ ഇപ്രാവശ്യം പൊട്ടത്തരം കാണിക്കില്ല. എല്ലാം കയറിയാൽ മതി. രണ്ട് വട്ടം കയറിയുണ്ടോ അപ്പോഴൊക്കെ. അവിടെ വെള്ളം വെച്ചില്ല. പിന്നെ കയറുമ്പോൾ നമ്മൾ തീരും. അയ്യോ ഒരു ബക്കറ്റ് കൂടി വെള്ളം കൂടി എടുക്കായിരുന്നു. വല്ലാത്തൊരു നമ്മൾ ഇങ്ങോട്ടും തള്ളി ഇങ്ങോട്ടും കൊണ്ടിടും. ചത്തിട്ട് വരാനും തോന്നുന്നില്ല. എന്താക്കും ഗൈസ് ഐഡിയ? നമുക്കിത് നൈസായി ഒന്ന് പൊട്ടിക്കാം. ഈ പോകുന്ന വെള്ളത്തിൻ്റെ കൂടെ എങ്ങനെയാണ് പോവാം? സുഖമായിട്ട് പറ്റൂലേ? അയ്യോ വെള്ളം വരരുത്. എൻ്റെ വീറ്റ് ഫാം ഫുൾ കുളം. അവിടെ ക്രീപ്പർ പൊട്ടിത്തെറിച്ച് എന്തൊരു ഭാഗ്യം. ഇല്ലെങ്കിൽ എൻ്റെ വീറ്റ് ഫാം ഫുൾ കുളമായേനെ. പാലും വെള്ളത്തിൽ കിട്ടിയേനെ. അയ്യോ അതെന്തായാലും വല്ലാത്തൊരു റിസ്ക്കായിപ്പോയി. എന്തായാലും നൈറ്റ് ആവുന്നതിന് മുമ്പ് നമുക്കതങ്ങ് റെഡിയാക്കണം. നമ്മുടെ സോംബി ഫാം. എന്തായാലും നമ്മളിവിടെ അങ്ങ് സെറ്റായിട്ട് ഇവിടെ അങ്ങ് അടയ്ക്കുക. ഇവിടെ അങ്ങ് ഒഴിക്കുക. അയ്യോ അവിടെ അടച്ചില്ല. അവിടെ അങ്ങ് അടയ്ക്കുക. സെറ്റ്. നമ്മുടെ സോംബി ഫാം അങ്ങനെ സെറ്റായിട്ട് ഇനി നമ്മൾ ഇവിടെ അടയ്ക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ബിൽഡ് ചെയ്യുന്നു. ഇവിടെ അങ്ങ് അടയ്ക്കുന്നു. നമ്മുടെ സോംബി ഫാം സെറ്റ്. സോംബി ഫാം എന്തായാലും സെറ്റായിട്ട് നമ്മളെന്തായാലും കുഴിച്ചിട്ട് അടിയിലേക്ക് ചാടണോ അതോ ബിൽഡ് ചെയ്ത് പോകണം? എന്തായാലും ചാടിയേക്കാം. അന്നൊരു സീനുള്ള കേസ് നമ്മൾ സോംബി ഫാം അങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് നേരം അവിടെ AFK നിന്ന് ഞാൻ വിചാരിച്ച റെക്കോർഡിങ് ഓഫാണ്. AFK നിന്നിട്ട് അവിടെ സോംബീസ് വരുന്നുണ്ടോ എന്ന് നോക്കണം. ഈ അടിയത്തി ഒന്ന് അടച്ച് കളയാമെന്ന് വിചാരിക്കുന്നു. മേളിൽ ഏറ്റവും കൂടുതൽ സ്പോണാവും. അത് നൈറ്റ് നല്ല രീതിയിൽ സ്പോണാവെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ നൈറ്റും ഇവിടെ AFK നിൽക്കാനായിട്ട് ഒരു AFK സ്പോട്ട് സെറ്റ് ചെയ്യണം. എന്തായാലും ഇവിടെ ഒരു AFK സ്പോട്ട് അങ്ങ് സെറ്റ് ചെയ്യണം. ഇവിടെ അങ്ങ് സെറ്റ് ചെയ്യാം.
ഇതാണ് നമ്മുടെ AFK സ്പോട്ട്. നൈറ്റിൽ സോംബി വന്നാൽ ഒരു സീനുമില്ല. എന്നിട്ട് നമ്മൾ സോംബി വരുന്നുണ്ടോ പുറത്ത് വല്ലതും ഉണ്ടോ നോക്കാൻ വേണ്ടി ചില്ലും അതിന് സെറ്റ് ചെയ്യണം. ചില്ലിൻ്റെ AFK സ്പോട്ടാക്കുന്നതായിരിക്കും നല്ലത്. ചില്ലുണ്ടോ? ചില്ലില്ലേ? അതിനകത്തും കൂടി നോക്കാം, ഉള്ളിലും കൂടി നോക്കാം. ഇല്ലെങ്കിൽ സാധാ AFK സ്പോട്ട് തന്നെ മതി. ഇതെങ്ങനെ തുടങ്ങി നോക്കട്ടെ. ചില്ലുണ്ടോ? 16 ചില്ലുണ്ട്. ഇതെടുക്കണം. ഇത് കുറച്ചധികം നിൽക്കുക. നൈറ്റ് ആവാറായിട്ടുണ്ട്. ഗൈസ് നമുക്ക് പറ്റിയ സമയം. വേറെ ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ. AFK സ്പോട്ട് ഈ നൈറ്റ് ഫുൾ AFK നിന്നിട്ട് വാച്ച് ചെയ്യാമാണ് നമുക്ക്. സോംബി കുട്ടന്മാർ ഇങ്ങോട്ട് വീഴുന്നുണ്ടോ? ഗൈസ് നമ്മുടെ ടോർച്ച് ഇങ്ങോട്ട് വീണിട്ടുണ്ട്. അപ്പോൾ സംഗതി വർക്കാണ്. ഇനി സോംബീസ് വീണാം. എനിക്ക് ഈ റീല് ഒന്നും കാണുന്നില്ല. വെള്ളം മാത്രമേ കാണുന്നുള്ളൂ. അല്ല, വെള്ളം മാത്രമല്ലേ കാണുള്ളൂ. നമ്മൾ ഇവിടെയും കൂടി അങ്ങ് മൂടാൻ വേണം. ഫുള്ള് ഇരുട്ടാവട്ടെ. രാവിലെ തുറന്നു നോക്കാൻ വേണം സോംബീസുമാരും ഉണ്ടോന്ന്. അപ്പോൾ എന്തായാലും AFK നിന്ന് രാവിലെ നൈറ്റ് എന്തായാലും ഫുള്ള് AFK നിൽക്കാൻ വേണം. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ രാത്രി ഫുള്ള് ബെഡിൽ ഉറങ്ങാണ്ട് ഇങ്ങനെ അങ്ങ് നിൽക്കും. അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാക്കിയാൽ കുറച്ചുകൂടി ഫാസ്റ്റ് കിട്ടും തോന്നുന്നു. ഇവിടെ തന്നെ ഉണ്ടാവണം. ക്ലാസ് ഫുള്ള് പൊട്ടിച്ചളയാണേ. ഇത് പൊട്ടത്തര കാണിക്കുന്നത്. AFK അങ്ങ് റെഡിയുണ്ട്. ഇനി AFK ഇങ്ങനെ നിന്നാൽ മതി. ഇത്ര അടുത്തായതുകൊണ്ട് ഇതങ്ങ് വർക്കാവുകയും ചെയ്യും. അവിടെയൊക്കെ സ്കെൽട്ടൺ സ്പോണായി തുടങ്ങി. ഇനി കുറച്ച് നേരം ഇങ്ങനെ നിന്നിട്ട് ഞാൻ രാവിലെ ആയിട്ട് കാണിച്ചു തരാം. എന്തായാലും ഇതിനകത്ത് നൈറ്റ് ഫുള്ള് ഞാൻ AFK നിന്ന് രാവിലെ ആയി തുടങ്ങിയിട്ടുണ്ട്. സോംബി സ്കെൽട്ടണൊക്കെ കത്തി തുടങ്ങുമ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഒരു സ്കെൽട്ടൺ ഉണ്ട് അവിടെ. അയ്യോ, കിട്ടി. ആർക്കൊന്നും കത്താൻ സമയമില്ലേ? കത്തറാ പോയിട്ട് പുറത്ത് പോയി കത്തറാ. ഇവിടെ കത്തൂലാന്ന് തോന്നുന്നു. വയസ്സ് എന്താണെന്ന് വെച്ചാൽ വല്ല സോംബി എന്തെങ്കിലുമൊക്കെ കത്തുന്നതാണായിരുന്നു എനിക്ക് വേഗം. ഞാൻ എന്തായാലും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവന്മാരവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കത്താൻ തുടങ്ങി. അവന്മാർ അതിൻ്റെ തണലിൻ്റെ അടിയിൽ നിൽക്കുകയാണ്. ഞാൻ എന്തായാലും നോക്കിയിട്ടില്ല നമ്മുടെ ഫാം എന്തായിരുന്നു. ഇങ്ങോട്ട് വരട്ടെ, നമുക്ക് അവന്മാരെ തീർക്കാൻ. ഇങ്ങോട്ട് വന്നിട്ട് എന്താ കണ്ടേ? വന്നത് 2 അടിക്ക് തീർന്നോ? ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാണ് കിട്ടാൻ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? എന്നെ നടിക്കാൻ കൂടി പറ്റിയില്ല. വർക്കായില്ലെങ്കിൽ മേളിൽ എന്തോ പ്രശ്നമുണ്ട്. നമ്മളെന്തായാലും നോക്കുവാണ്. ഒരു സോംബിയും താഴെത്തില്ല. എന്തോ പ്രശ്നമുണ്ട്. മേളിലുണ്ടോ നോക്കാം നമുക്ക്. എന്തായാലും ഇവിടെ നിന്ന് ഇങ്ങനെ പോയി. ഒരാർട്ട്. ഒരു ആർട്ട്. മെല്ലെ നമ്മൾ അവിടുത്തെ ഇതെന്തായാലും പൊട്ടിച്ചിട്ട് മതി. ഇവിടെ സ്റ്റോൺ നോക്കാൻ പറ്റും. ഇനി പൂവല്ല മൊത്തേ. പാറി. ചത്തി. ഇതന്നെയാണ് അവസ്ഥ. ഇനി വെച്ചാലുള്ള വെള്ളം വെച്ചാൽ അതിലും പാടാ കയറിപ്പോവാൻ. സീനില്ല. എന്താ പറ്റിയെന്ന് മേളിൽ കയറി നോക്കിയോക്കാം. അങ്ങനെ മേളിൽ സ്പോണാവത്തെയാണോ? അത് ഹൈറ്റ് കൂടി പോയതുകൊണ്ടാണോ? അല്ല, ഹൈറ്റ് കുറഞ്ഞു പോയതുകൊണ്ടാണോ നോക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഹൈറ്റ് കുറഞ്ഞു പോയതുകൊണ്ടാണെങ്കിൽ നമ്മൾ അടുത്ത
എപ്പിസോഡിൽ മറ്റന്നാളത്തെ നാളത്തെ എപ്പിസോഡിൽ എന്തായാലും ഇതിൻ്റെ ഫുൾ വർക്കിംഗ് സോംബി ഫാം ആക്കും എന്തായാലും 100%. ഇതിപ്പോൾ എന്താ മേളും താഴ്ട്ട് വരാത്ത പ്രശ്നമാണെങ്കിൽ അതിപ്പോൾ സോൾവ് ആക്കാം. അത് നോക്കട്ടെ എന്താ പ്രശ്നം. നമ്മുടെ കയ്യിലുള്ള ആക്സ് എടുത്ത് കയ്യിൽ വെക്കാം. എവിടുന്നാ സോംബിറ്റേക്ക് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഏണി എവിടെയൊക്കെ പൊളിച്ച് വെച്ചത്. ഓക്കെ, അയ്യോ അവിടെ നിൽക്കുക. 8 മണീൻ്റെ മുകളിലേക്ക് നൈസായി ചാടും. ഓക്കെ, ഇവിടം വരെ സെറ്റാണ്. ഇവിടെ എന്താ സംഭവിച്ചത് നമുക്ക് മെല്ലെ പിന്നെ വെച്ച് നമുക്ക് അങ്ങോട്ട് പോയിട്ട് പോകാം. ഇവിടെ അല്ലേ? അത്ര മതി. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ മേലോട്ട് ഓക്കെ, ഇനി ഇവിടുന്ന് തുറന്നു നോക്കാം എന്താ സംഭവം ചെയ്യുന്നത്. ഉള്ളിൽ സംഭവിച്ചെന്ന് വെച്ചാൽ ഒന്നും സ്പോണായിട്ടില്ല എന്നാണ് പറയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ വയ്യെന്ന് ചോദിച്ചാൽ എന്നെ ഇപ്പം അടിയിലേക്കിടും. ജസ്റ്റ് മിസ്. വെള്ളം എടുക്കുന്നുണ്ട്. ആദ്യം സ്പോണായത് നിങ്ങൾ കണ്ടായിരുന്നില്ലേ? നമ്മൾ ഇങ്ങനെ വെച്ചപ്പോൾ ആദ്യം സ്പോണായായിരുന്നു. അപ്പം നമ്മൾ മണ്ടത്തരാന്ന് പറഞ്ഞാൽ അതങ്ങ് പൊളിച്ച് കളഞ്ഞു. നമ്മളത് തിരിച്ചങ്ങ് ബിൽഡ് ചെയ്യാൻ പോണ്. കഴിഞ്ഞ വർഷം പക്ഷെ അവന്മാർ നടുക്കോട്ട് വരുമോ എന്നുള്ള ഡൗട്ട് മാത്രമാണ്. ഇങ്ങനെ വരുമ്പോൾ വെള്ളം ഇവിടെ നിന്ന് കൂടി വെച്ച് കഴിയുമ്പോൾ ഓക്കെ നടുക്കോട്ട് വരും. മനസ്സിലായി. നമുക്ക് അപ്പുറത്തത് പോലെ സെറ്റ് ചെയ്യണം. അയ്യോ പോലെ അയ്യോ നമുക്ക് റിസ്ക് തന്നാൽ മാതിരി. ഏതാ സോംബി ഫാം ഇതുകൊണ്ടാന്ന് തോന്നുന്നു വർക്കാവാത്തത്. സാധനം വെച്ചാൽ എന്തായാലും വർക്കാവും തോന്നുന്നു. നേരത്തെ അയ്യോ ഇപ്പോൾ നേരത്തെ ഇതുകൊണ്ടാന്ന് തോന്നുന്നു വർക്കാവാത്തത്. നമ്മൾ അതിന് മുമ്പേ നമ്മുടെ ഇത് വർക്കായിരുന്നു. കണ്ടായിരുന്നില്ല എവിടെ വയ്ക്കാനുള്ള അവിടെ വയ്ക്കാനുള്ള. പക്ഷെ അവിടെ അല്ല. മാറിക്ക് ഈ തുമ്പത്ത് ഇതിങ്ങടുത്ത് നിങ്ങൾ കണ്ടായിരുന്നില്ലേ നേരത്തെ ഒരു സ്കെലിട്ടൻ അല്ല മറ്റെന്തായിരുന്നു ഒരു സാധനം സ്പോണായത്. മറ്റേ ചെലന്തി സ്പോണായത് നിങ്ങൾ ഇത്ര ആയിട്ട് വേണ്ടായിരുന്നു. ചെലന്തി സ്പോണായത് നിങ്ങൾ കണ്ടല്ലേ? അതേപോലെ ഇത് സ്പോണാവുമായിരിക്കും. നമ്മൾ തിരിച്ച് വീണ്ടും കയറി. ഇത് കേറലാണ് വണ്ടി. മിക്കവാറും താഴെ വീഴും. ഇല്ല താഴെ വീണാൽ ഇവിടെ നമ്മൾ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ അതേപോലെ ആക്കിയിട്ട് വീണ്ടും അടച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും അതിനകത്തുനിന്ന് താഴങ്ങ് ഈ വഴി ഇവിടെ നിൽക്കട്ടെ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി ആവശ്യം വരും. നമ്മളൊന്ന് AFK നിൽക്കേണ്ട വരുമോ? കുറച്ച് അപ്പുറത്തേക്ക് മാറി AFK നിൽക്കേണ്ട വരും. നമ്മളെന്തായാലും ഇവിടെ ഒന്ന് AFK നോക്കാം. ചിലപ്പോൾ അങ്ങനെ വന്നാലോ സോംബീസ് എന്തെങ്കിലും ഈ സമയം കൊണ്ട് ഉള്ളിൽ സ്പോൺ ആവേണ്ടതാണ്. ഞാൻ കാണിച്ചു തരാം. ആ സമയം കൊണ്ട് നമ്മൾ ഇവിടുത്തെ ടോർച്ചൊക്കെ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ആ സമയം കൊണ്ട് ഇവിടുത്തെ ഒരു ടോർച്ച് ഒരു സ്ഥലത്ത് നല്ല ഇരുട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ സോംബീസ് പോകണം. ഇതിൽ ഇരുട്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ. എന്താണെന്ന് വെച്ചാൽ അത് ഫുള്ളി പാക്ക്ഡാണ്. ഈ രണ്ട് വെട്ടം കൂടി അങ്ങ് പൊളിച്ചോ. അല്ല, ഒരു വെട്ടം കൂടി കണ്ടോ ഗൈസ്? ഞാൻ പറയും ഇതാരാ അവിടെ കൊണ്ടുവച്ചേ? ഇവിടെയുള്ള എല്ലാ വെട്ടം ഏകദേശം ഞാൻ പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്. കണ്ടോ ഗൈസ്? വിത്തിൻ സെക്കൻഡ്സും ഉണ്ട് സ്കെൽട്ടൺ സ്പോണായി. നിങ്ങൾക്ക് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് ഞാൻ കാണിച്ചു തന്നില്ലേ? സ്കെൽട്ടൺ സ്പോണായി. നമ്മൾ ആക്സ് എടുത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഓടിക്കളിക്കുന്നത്. ആക്സ് എടുക്കട്ടെന്ന്.
വാടാ വാടാ. അയ്യോ വാടാ വാടാന്ന് പറഞ്ഞാൽ ശരിക്കും വരുവാടാ. ചാട 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 ചാട. അയ്യോ ഓപ്പൺ ആവല്ലേ ഇനി അങ്ങനെ. എനിക്ക് വീട് വരെ പോകാൻ വയ്യാന്ന് പറയാൻ വരുമായിരുന്നു. അപ്പോൾ എന്തായാലും ഈ സമയം കൊണ്ട് എന്തായാലും അവിടെ സ്പോണായിട്ടുണ്ടാവും. നമുക്ക് എന്തായാലും അവിടെ തന്നെ ഒരു 5 മിനിറ്റ്, ഒരു 10 സെക്കൻഡ് എന്തായാലും 10 വരെ എണ്ണീട്ട് നമുക്ക് മേലോട്ട് വീട്ടിൽ കയറി. ഓക്കെ, ഇവിടെ നിന്നിട്ട് 1 2 3 4 5 10. ഓക്കെ, 10 വരെ എണ്ണീൻ്റെ എന്തായാലും മേലോട്ട് പോയി നോക്കുകയാണ് നമ്മളിതെന്തായി, എന്തെങ്കിലും സ്പോണായോ. ഇവിടെ കാണുന്നില്ലെങ്കിൽ നമുക്ക് താഴെ പോയി നോക്കണം. സ്പോണാവാൻ ചാൻസ് ഉള്ളതാണ്. അയ്യോ വൈറ്റാൻ വെള്ളം. ഓഹോ ഇതിൻ്റെ മേളത്തെ തട്ടാണ് പൊളിക്കേണ്ടത്. ഓക്കെ, നമ്മൾ പൊളിച്ചിട്ടുണ്ട് ഗൈസ്. ഒന്നുമില്ല ഗൈസ്, അതെന്താ ഒന്നും സ്പോണാകത്തെ മനസ്സിലാവുന്നില്ല ഗൈസ്. നിങ്ങളെന്തായാലും കമൻറ്റിൽ പറ ഇതെന്താ വർക്കാവാത്തതെന്ന്. എനിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യം വർക്കായിരുന്നു ഗൈസ്, മറ്റേ ഇത് വന്നത് നിങ്ങൾ കണ്ടല്ലേ, സ്പൈഡർമാൻ ആദ്യം വർക്കായിരുന്നു ഗൈസ്. അടിയിൽ ഇനി തുറന്നു വെക്കണോ? എന്തായാലും നമുക്ക് അടിയിലും തുറന്നു വെച്ചിട്ട് നോക്കി നോക്കാം. അടിയിൽ തുറന്നു വെച്ച് നോക്കായിരിക്കാം. അപ്പം അതുകൊണ്ടായിരിക്കും, പറയാൻ പറ്റില്ലല്ലോ എവിടെ എന്താ തകരാറ് വരുന്നത്. ഓക്കെ, അടിയിൽ തുറന്നു വെച്ചിട്ടുണ്ട്. ഓക്കെ, അടിയിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അടിയിൽ തുറന്നു വെച്ചിട്ടുണ്ട്. മിനിമം സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ മേളിൽ സ്പോൺ ആവേണ്ടതാണ്. 1 2 3 4 10. ഓക്കെ, 10 സെക്കൻഡ് വരെ ഉണ്ട്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, എന്തായാലും മേലോട്ട് കയറി നോക്കാം. രണ്ടും ഇതിലായിട്ട് എനിക്ക് വീണ്ടും ഇവിടെ എവിടെയൊന്നും സ്പോണായിട്ട് കാണിക്കുന്നില്ല. ആയിടൊന്നും ഇവിടെ എന്താണ് കേസ് സംഭവിക്കുന്നത്? അയ്യോ 3 ആർട്ടും ഉണ്ട്. ആ കുഴിയിലേക്ക് എങ്ങാനും വീണ പാട്ടം. നിങ്ങളാരെങ്കിലും സോംബി സ്പോണ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ല EP ഫാം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ. ഗൈസ്, എന്താ വർക്കാകത്തെന്നറിയില്ല. നാളത്തെ വീഡിയോയിൽ ഞാൻ എന്തായാലും ഇത് പെർഫെക്റ്റായിട്ട് വർക്കാകുന്നതാണ്. ഞാൻ യൂട്യൂബിലെല്ലാം നോക്കിയിട്ട് നല്ല പഠിച്ച് വെച്ചിട്ടുണ്ട്. നല്ല രീതിക്ക് ഇത് ഫുൾ പൊളിക്കും. മേളത്തെ ഫുൾ പൊളിച്ചിട്ട് ആദ്യം മുതൽ എന്തായാലും സെറ്റാക്കി നാളത്തെ വീഡിയോയിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് വർക്കാക്കുന്നത്. എന്തായാലും ഇന്നത്തെ നമ്മുടെ സോംബി ഫാം ചെറുങ്ങനെ കൊടായിട്ടുണ്ട്. എന്താണെന്നറിയില്ല, നിങ്ങൾ അറിയുവാണെങ്കിൽ കമൻറ്റ് ചെയ്യും. നിങ്ങളെങ്ങാനും ഞാൻ ഓഫ് ക്യാമറ റെക്കോർഡിങ് കഴിഞ്ഞിട്ടെങ്ങാനും ഇത് വർക്കാവുകയാണെങ്കിൽ ഞാൻ എന്തായാലും റീലായിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ വർക്കായില്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ഞാൻ ഇത് ശരിയാക്കാനുള്ള ഐഡിയ നോക്കുന്നതാണ്, അല്ലെങ്കിൽ വേറൊരു സോംബി ഫാം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗായ്സ്. നിങ്ങൾക്കെല്ലാവരും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത്.